ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ 5 കാര്യങ്ങളെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ യാഗത്തിന് വേണ്ടി കൊണ്ടുവരിക. നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, 3 വയസ്സുള്ള ഒരു കോലാടിനെ, 3 വയസ്സുള്ള ആട്ടുകൊറ്റനെ, ഒരു കുറുപ്രാവിനെ, ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് ദൈവം പറഞ്ഞു. 5 കാര്യം നീ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നിന്റെ സന്താനത്തിന് സംഭവിക്കുന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ തരിക, ഞാൻ നിനക്ക് ഒരു ദൂത് നൽകട്ടെ. ഇറ്റ്സ് അമേസിംഗ്. സ്തോത്രം. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരു പ്രൊഫസിയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രവചന ദൂതാണ് അടുത്ത വാക്യങ്ങളിൽ കർത്താവ് സ്തോത്രം അതേ അബ്രഹാമിന് നൽകുന്നത്. മറന്നു പോകല് ദൈവജനം. കിങ്ഡം പ്രിൻസിപ്പിൾ ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ ഞാൻ പറയട്ടെ. അബ്രഹാം 5 കാര്യം കൊടുത്തു. വിതയ്ക്കാതെ കൊയ്യുവാൻ കഴിയത്തില്ല. നീ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അപ്പുറത്തെ കാണിക്ക വഞ്ചിയല്ല, ആ പിന്നിലിരിക്കുന്ന സ്തോത്രകാഴ്ച മാത്രമല്ല, നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ സ്വർഗം കുലുങ്ങുകയാണ്. 2 കാശിട്ടതായ വിധവ തനിക്ക് പിന്നെ ഒന്നുമില്ല, ഇല്ലായ്മയിൽ നിന്ന് ഇട്ടപ്പോൾ സ്തോത്രം അതെ കാണിക്ക വഞ്ചി കുലുങ്ങി എന്നല്ല തിരുവചനം പറയുന്നത്, കർത്താവ് കുലുങ്ങി. ഓ, വിധവയുടെ 2 കാശിട്ടപ്പോ എൻ്റെ കർത്താവ് കുലുങ്ങി. കമോൺ, ബാക്കിയുള്ളവർക്ക് ഇട്ട ശേഷം ഒത്തിരിയുണ്ട്, ഇവൾക്കൊന്നുമില്ല, ഉള്ളത് മുഴുവൻ ഇട്ടു. കൊടുക്കുമ്പോൾ ആ മരത്തി കുലുക്കി കവിഞ്ഞു വരുന്ന വിലയേറിയ അളവിനാൽ പ്രതിഫലം നൽകുന്നവനായ ദൈവം കൃപയാൽ നിന്നെ നോക്കി പറയുന്ന ഒരു ദൂതുണ്ട്. അബ്രഹാമേ, സാറയെ, ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഒരു കുട്ടി പോലുമില്ല. ഒരു ഗൈനക്കോളജിസ്റ്റ് നിന്നെ പരിശോധിച്ചാൽ പറയും നടക്കത്തില്ല. ഒരു ഡോക്ടർ നോക്കിയാൽ പറയും വേറെ എല്ലാവർക്കും കുട്ടി ഉണ്ടാകും, നിനക്കൊരിക്കലും കുട്ടി ഉണ്ടാകത്തില്ല. എല്ലാം തീർന്നു പോയി, എല്ലാം അവസാനിച്ചു. സഹോദരി സഹോദരന്മാരെ, എവിടെയാണോ മനുഷ്യൻ തീർന്നെന്ന് പറയുന്നത് അവിടെയാണ് ദൈവം തുടങ്ങുന്നത്. ദൈവം പറഞ്ഞു, സ്തോത്രം അബ്രഹാമേ, 5 കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി കൊണ്ടുവരിക. 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നിന്റെ സന്താനത്തിന് എന്ത് പറയുമെന്ന് ഞാൻ പറയാം. 70 പേരായി ഈജിപ്തിലേക്ക് അവർ ഇറങ്ങിപ്പോയി. പക്ഷെ 30 ലക്ഷമായി. 430 വർഷം കഴിഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി. ഈ ദൂത് അവർക്ക് ലഭിച്ചത് 5 കാര്യങ്ങൾ അബ്രഹാം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോഴാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കൃപയിൽ ആശ്രയിക്കുമ്പോൾ ദൂതിനായി സ്വർഗം തുറക്കുന്ന നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു. നിന്റെ വീട്ടിൽ ഒരു ചലനം വരുന്നു, ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുകയാണ്. കൃപയിൽ ആശ്രയിക്കുമ്പോൾ ചത്തുകിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുന്നു. കൃപയിൽ ആശ്രയിക്കുമ്പോൾ നിർജീവമായിരിക്കുന്ന സകല ജീവിതത്തിന്റെ മേഖലകൾ ജീവൻ സമൃദ്ധിയായ ജീവൻ വ്യാപരിക്കുന്നു.